Hello guys, welcome to my channel. ഇന്ന് ഞാനൊരു ഹൽവ ഉണ്ടാക്കാൻ പോവാണ്. തെങ്ങിൻ പൂക്കിൽ ഉപയോഗിച്ചാണ് ഞാൻ ഹൽവ ഉണ്ടാക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് ഒരു തെങ്ങ് വെട്ടിയ സ്ഥലത്തുനിന്ന് ഇങ്ങനെ തെങ്ങിൻ പൂക്കില കിട്ടിയായിരുന്നു. കുറച്ചോളം പൂക്കിലാണ്, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ അത് ഉപയോഗിച്ച് ഞാനൊരു ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ച. അപ്പോ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഹൽവ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് അറിയിച്ചിരിക്കുക. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ തെങ്ങിൻ്റെ പൂക്കില ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇളം പൂക്കിലയാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് തോടെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് ഉള്ളിലുള്ള ഭാഗം നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ അരിഞ്ഞെടുത്തതിന് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ശർക്കരയോ ആയിട്ടോ ചേർക്കാം. അതിനുശേഷം കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കിയിട്ട് അതിനൊരു പാനിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് 2 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് പാനിൽ നിന്ന് വിട്ട് കിട്ടുന്ന പരുവത്തിലാക്കി എടുക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം കാഷ്നട്ടോ ബദാമോ ഗാർണിഷിനായിട്ട് വെച്ച് ഇതൊന്ന് സെറ്റാവാൻ ഒരു അരമണിക്കൂർ വെക്കാം. അപ്പം ഞാൻ അരമണിക്കൂറൊന്നും വെച്ചില്ല. അതിന് മുമ്പേ സെറ്റാവുന്നതിന് മുമ്പേ തന്നെ കിങ്ങിണി വന്നിട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് അവൾ എടുത്തു. അപ്പോൾ എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റാണെന്ന് അവൾ പറഞ്ഞു, കൊള്ളാമെന്ന് പറഞ്ഞു.